ഭാഷാപരമായ മറ്റൊന്നുകൂടിയുണ്ട്. കുത്തിബ അലൈക്കുമുസ് സിയാമു എന്നാണ് പറഞ്ഞത്. എന്താണത്? സ്വാമ യസൂമു എന്നതിൻ്റെ മസ്ദറാണ് അസ്വിയാമ്. എന്നാൽ അസ്വിയാമിന് തന്നെ പൊതുവിൽ പറയുന്ന അറബി പേരാണ് അസ്സൗമ്. അസ്സൗമ് എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, അസ്വിയാമ് എന്നും ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. രണ്ടിനും നോമ്പ് എന്നാണ് നാം അർത്ഥം വെക്കുക. അതിസൂക്ഷ്മ അർത്ഥ വിശകലനത്തിൽ അർത്ഥവ്യത്യാസം വരും. പൊതുവായി നമുക്ക് സൗമ് എന്ന് തന്നെ പറയാം. സുയാമിന് സൗമ് എന്നും സൗമിന് സുയാമ് എന്നും പറഞ്ഞു വരുന്ന രീതി നമ്മുടെ ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം, പ്രയാസമൊന്നുമില്ല. എന്നാൽ അതിസൂക്ഷ്മ വിശകലനത്തിൽ അസ്വയാമ് അന്നപാനീയങ്ങളിൽ നിന്ന് ആമാശയത്തിന് സുരക്ഷിതത്വം കൊടുക്കണം, പ്രവേശനം അനുവദിക്കരുത്, ഒരു പുക പോലും അകത്തേക്ക് കടക്കരുത് എന്നർത്ഥം. പുകവലി പാടില്ല, വെള്ളം കുടിക്കാൻ പാടില്ല, ആഹാരം കഴിക്കാൻ പാടില്ല എന്നു മാത്രമല്ല, ആഹാരത്തിൻ്റെ രുചി മാത്രം അകത്തേക്ക് ഇറക്കി വിടുന്ന രീതി പോലും നോമ്പിൻ്റെ പരിശുദ്ധിയെ ഭംഗം വരുത്തും. എങ്കിൽ ആമാശയത്തിന് പരിപൂർണ സംരക്ഷണം നൽകുന്നതാണ് അസ്സുയാമ്. ഇതാണ് റമദാനിൽ അൽ ഫജ്ർ മുതൽ മഗ്രിബ് വരെ കാത്തു പരിപാലിക്കേണ്ട നോമ്പ്, വ്രതാനുഷ്ഠാനം. അതാണ്. മറ്റ് പല മതവിഭാഗങ്ങളിലും വ്രതാനുഷ്ഠാനമുണ്ട്, ഉപവാസങ്ങളുണ്ട്. ചിലർക്ക് വെള്ളം കുടിക്കാം, ചിലർക്ക് പഴങ്ങൾ കഴിക്കാം, മറ്റ് ചിലർക്ക് സസ്യാഹാരങ്ങൾ കഴിക്കാം. അതൊക്കെ വ്രതാനുഷ്ഠാനത്തിൻ്റെ ഉപവാസങ്ങളുടെ മറ്റ് ചില രീതികളാണ്. അതിൻ്റെതായ നേട്ടങ്ങൾ അവർക്ക് അതുകൊണ്ടുണ്ടാവുകയും ചെയ്യും. നാം അതിനെ ചെറുതാക്കി പറയരുത്. നമുക്ക് ഇസ്ലാമിക സമൂഹത്തിന് അള്ളാഹു സമ്മാനിച്ചത്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, സിയാമിൻ്റെ പരിപൂർത്തിയിലേക്കെത്താൻ ആമാശയങ്ങളെ മാത്രം രക്ഷിച്ചാൽ പോരാ, ഗൗരവത്തോടെ കേൾക്കണം. നാവിനകത്തേക്ക് നോമ്പ് പ്രവേശിക്കണം. അതായത് നാവ് സംസാരത്തിൻ്റെ കേന്ദ്രമാണ്. സംസാരം വികാരങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ഒരു ആയുധമാണ് നമ്മുടെ നാവ്. എനിക്ക് പറയാൻ മുട്ടുന്നു, എനിക്കവനെ ചീത്ത വിളിക്കാൻ തോന്നിയിട്ട് അടക്കി നിർത്താൻ കഴിയുന്നില്ല എന്നുള്ള ആ വികാരമുണ്ടല്ലോ, അവനെ പിടിച്ചു കെട്ടണം, നാവിനെ പിടിച്ചു കെട്ടണം. നാവിനകത്തേക്ക് അനാവശ്യ സംസാരം കടന്നു വന്നാൽ അസ്സുയാമ് എന്നതിൻ്റെ പരിശുദ്ധി സൗമിലേക്ക് എത്തുന്നില്ല, കടം വീടുമായിരിക്കാം. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒക്കെ വ്യാഖ്യാനത്തിൽ നാവുകൊണ്ട് മനഃപൂർവ്വം ഒരു പരദൂഷണം നോമ്പ് കാലത്ത് പകൽ സമയത്ത് പറഞ്ഞാൽ അവൻ്റെ നോമ്പ് അസാധുവാണെന്നാണ്. എന്തുകൊണ്ട്? വ്രതാനുഷ്ഠാനത്തിൻ്റെ പരിശുദ്ധി പൂർണ്ണമായി നമുക്ക് ലഭിക്കണമെങ്കിൽ നാവ് ആദ്യം നിയന്ത്രിക്കപ്പെടണം. അതുകൊണ്ടാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഒരാൾ തൻ്റെ നാവ് കൊണ്ട് അപശബ്ദങ്ങളും അനാവശ്യ സംസാരങ്ങളും ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ തഅമഹു വശറാബഹ, അവൻ്റെ അന്നപാനീയങ്ങൾ മാത്രം ഉപേക്ഷിക്കണമെന്ന് അള്ളാഹുവിന് ഒരു താല്പര്യവും ഇല്ല. അപ്പം നാവിനെയും നിയന്ത്രിക്കണം, ആമാശയത്തെയും നിയന്ത്രിക്കണം. ഇതാണ് സിയാമിൻ്റെ ഒന്നുകൂടിയുള്ള ആത്മീയമായ ഉണർവ്. സാധാരണഗതിയിൽ അത് വേണ്ട. ഒരു ഗീബത്തോ 10 ഗീബത്തോ പറയാതെ നോമ്പിൻ്റെ പകൽ അന്തിയാക്കുന്നവർ വളരെ കുറവാണ്. അവരുടെ നോമ്പ് ബാത്തുലാണ് എന്നൊന്നും കർമ്മശാസ്ത്രപരമായി നമ്മളാരും പറയാറില്ല. പക്ഷേ നിലവാരം കുറഞ്ഞതാണ് എന്നർത്ഥം. എന്നാൽ ഇനി മൂന്നാമത്തെ ഒരു സിയാമിൻ്റെ ഒരു ഘടനയും കൂടി വരുന്നുണ്ട്. അതെന്താണ്? ചിന്തയിൽ പോലും അനാവശ്യം കടന്നു വരാതിരിക്കണം. അത് പറയുമ്പോഴേക്ക് നമുക്ക് നിസ്സഹായത പറയേണ്ടി വരും. ആമാശയത്തിലേക്ക് അന്നപാനീയങ്ങളൊന്നും വരാൻ പാടില്ല, നാവിലേക്ക് ഗീബത്തോ അനാവശ്യ സംസാരമോ വരാൻ പാടില്ല. അപ്പോഴേക്ക് തന്നെ വ്രതം എത്ര സുന്ദരം, എത്ര പരിശുദ്ധം. എന്നാൽ അകത്തളത്തിലേക്ക് എന്ന് പറഞ്ഞാൽ ചിന്ത അകത്താണ്. മനസ്സകത്തുള്ള വിചാരങ്ങളിൽ അള്ളാഹു അല്ലാത്ത വിചാരം, ചിന്ത കടന്നു വന്നാൽ അവരും ആധ്യാത്മികമായി ഉയർന്ന നിലവാരത്തിൽ സൗമ് അനുഭവിക്കുന്നവർ അവരുടെ നോമ്പ് അവസാനിച്ചതായി പ്രഖ്യാപിക്കും. ഈ ഒരവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ സാധാരണഗതിയിൽ നമുക്ക് കഴിയില്ല. അയ്യുഹൽ ഗാറു മാ ബിഗൗരിക ഗൈറുൻ ലൗ ബിക്കൽ ഗൈറു മാ ബലഗ്തു മുറാദി. ആധ്യാത്മികമായി പരിശോഭിച്ച മഹാന്മാർ അവരുടെ ആത്മാനുഭവം പറയുകയാണ്. അതൊരു വല്ലാത്ത വാക്കാണ്. അയ്യുഹൽ ഗാർ, മനസ്സകമേ, അകത്തിൻ്റെ അകത്തോട് സ്വയം സംസാരിക്കുകയാണ്. മാ ബിഗൗരിക ഗൈറുൻ, നിന്റെ അകത്തളത്തിൽ അള്ളാഹു എന്ന വിചാരമല്ലാതെ, അള്ളാഹു എന്ന ചിന്തയല്ലാതെ മറ്റൊന്നും കടന്നു വന്നിട്ടില്ലല്ലോ. നീ അങ്ങനെ പരിശുദ്ധിപ്പെട്ടിട്ടുണ്ടല്ലോ. അതേ, അള്ളാഹു അല്ലാത്ത ഒന്നും വിചാരത്തിലേക്ക് വരാത്ത, ചിന്തയിലേക്ക് പോലും വരാത്ത അതിപരിപാവനമായ നോമ്പാണത്. ലൗ ബിക്കൽ ഗൈറു മാ ബലൗതു മുറാദി, നിന്റെ അകത്തളങ്ങളിൽ അൽ ഗൈർ, അള്ളാഹു അല്ലാത്ത എന്തെങ്കിലും ഒന്ന്, ചിന്തയോ വിചാരമോ നിന്റെ കൽബകങ്ങളിൽ കുടുങ്ങിക്കിടപ്പുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ലക്ഷ്യം സാക്ഷാത്കരിച്ചവനല്ല.
അതായത് അസ്സൗമ് എന്ന വിധാനത്തിലേക്ക് ഉയർന്നവരാണവർ. അവരുടെ ജീവിതം, ചിന്ത, വിചാരം നാവിലൂടെയും ആമാശയത്തിലൂടെയുമുള്ള പരിരക്ഷ മാത്രമല്ല. അപ്പോൾ അസ്വിയാമ് എന്നത് കേവല ആമാശയത്തെ സുബഹി മുതൽ മഗ്രിബ് വരെ അന്നപാനീയങ്ങളിൽ നിന്ന് പരിരക്ഷിക്കുന്ന ഒരു സ്വഭാവമാണെങ്കിൽ അസ്സൗം എന്നത് സൗമുൽ ഖവാസ്, പ്രത്യേകക്കാരുടെ നോമ്പാണ്. അവര് മൗനവ്രതം എന്നല്ല, അള്ളാഹു അല്ലാത്തവരോട് ഒരു സമീപനവും അവർക്കുണ്ടാവുകയില്ല. എന്നാൽ അസ്വയാമ് എന്നത് സൗമ് എന്ന തലത്തിലേക്ക് ഉയരുമ്പോൾ അന്നപാനീയങ്ങൾക്ക് ഭക്ഷണമാകാം, ചിന്തയിലും നാവിലും ശ്രദ്ധ വേണം. അങ്ങനെ ഒരു സൗമുണ്ട്. അതെവിടെയാണ്? പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് മറിയമിൽ പറയുന്നുണ്ട്. ബീവി മറിയം അലൈഹ സ്വലാത്തു വസ്സലാം നോമ്പുകാരിയായി. ഏതായിരുന്നു ആ നോമ്പ്? ഫകുലി വശ്റബി വഖർരി ഐനൻ, തിന്നുകയും കുടിക്കുകയും കൺകുളിർക്ക സന്തോഷിക്കുകയും ചെയ്യുക. അപ്പൊ തിന്നാനും കുടിക്കാനും അനുവാദമുണ്ട്. പിന്നെ എന്തിന് അനുവാദമില്ല? വഇമ്മാ തറയിന്ന മിനൽ ബശരി അഹദൻ ഫഖൂലി ഇന്നി നദർതു ലിർറഹ്മാനി സൗമൻ ഫലൻ ഉകല്ലിമൽ യൗമ ഇൻസിയൻ. നീ ആരെങ്കിലും കണ്ട് അവര് എന്തോ ചോദിക്കാനും പറയാനും നിന്നോട് വന്നാൽ അവരോട് നീ ആംഗ്യം കൊണ്ട് പറഞ്ഞേക്കുക. ഫഖൂലി, ആംഗ്യം കൊണ്ട് പറഞ്ഞേക്കുക. ഇന്നി നദർതു ലിർറഹ്മാനി സൗമാ, കാരുണ്യവാനായ അള്ളാഹുവിന് ഞാൻ സൗമിനെ, പൂർണ്ണമായ മൗനവ്രതത്തെ, ഉപവാസത്തെ നേർച്ചപ്പെടുത്തിയിട്ടുണ്ട്. മിണ്ടാൻ പോലും പറ്റില്ലെന്നർത്ഥം. മറിയം ബീവിയുടെ ഈ സൗമുള്ള സമയത്ത് ഭക്ഷണം കഴിക്കാം. കാരണം എന്തുകൊണ്ട്? ഫകുലി വശ്റബി വഖർരി ഐനൻ എന്ന് അള്ളാഹു പറയുന്നുണ്ട്. അപ്പോൾ സൗമ് എന്ന വിധാനം കുറച്ചുകൂടി പരിപാവനം കൂടിയതാണ്. നമുക്ക് മൊത്തത്തിൽ സൗമ് എന്ന് തന്നെ പറയാം. കാരണം ഹദീസുകളിലൊക്കെ സൗമും സുയാമും ഏറെക്കുറെ ഒരേ രീതിയിൽ പരാമർശിച്ച് കാണുന്നുണ്ട്. ഈ വ്യത്യാസം മനസ്സിലാക്കി വെച്ചാൽ മതി എന്ന് മാത്രം.